$158 മില്യണിലധികം പൗരന്മാരും $450 മില്യൺ വാർഷിക വരുമാനമുണ്ടായിരുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെ 6ാമത്തെ ഭരണാധികാരിയാണ് അബൂ മുസഫർ മൊഹിയുദ്ദീൻ മുഹമ്മദ് ആലംഗീർ എന്ന ഔറംഗസീബ് ചക്രവർത്തി. ലാളിത്യവും ആത്മാർത്ഥതയും കൈമുതലാക്കി ഇന്ത്യ ഭരിച്ച ചുരുക്കം ഭരണകർത്താക്കളിൽ ഒരാളായിരുന്നു ഔറംഗസീബ്. മുംതാസ് മഹലിൻ്റെയും ഷാജഹാന്റെയും മകനായി 1618 നവംബർ 3 ഗുജറാത്തിൽ ജനിച്ചു. ദുശീലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അനാർഭാടമായ ബാല്യവും കൗമാരവും പിന്നിട്ട ഔറംഗസീബ് 1658 മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി. പ്രജാവത്സരനായ ഒരു ഭരണാധികാരിക്ക് വേണ്ട സകല സദ്ഗുണങ്ങളും ഔറംഗസേബിനുണ്ടായിരുന്നു. 5 പതിറ്റാണ്ടോളം അദ്ദേഹം ഇന്ത്യ ഭരിച്ചു. കോൽക്കണ്ട, ബീജാപ്പൂർ, ലഡാക്ക്, ആസാം, ചാട്ഗാം തൻ്റെ കീഴിലാക്കി മുഗൾ ഭരണ പ്രദേശത്തിൻ്റെ വിസ്തൃതി സർവകാല റെക്കോർഡിലെത്തുകയും ചെയ്തു. ധാർമ്മിക പരിപാലനം ഉറപ്പുവരുത്തിയ ഔറംഗസീബ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു. കൂടാതെ വ്യഭിചാരം, ജൂതാട്ടം, മദ്യപാനം, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെ നിയമം പാസാക്കുകയും ചെയ്തു. തൻ്റെ ദൈനംദിന അലവൻസായ 500 രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചു. ഖുർആൻ മനഃപ്പാടമാക്കി. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിലൊന്നായി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം മാറി. ഔറംഗാബാദ്, ആഗ്ര, ലാഹോർ, കാബൂൾ പാതകൾ യാത്രാസഹൃദമാക്കി. തണൽ മരങ്ങൾ വച്ചുപിടിപ്പിച്ചു. കിണറുകൾ, കുളിപ്പുരകൾ, സത്രങ്ങൾ, പള്ളികൾ, ചന്തകൾ, പാലങ്ങൾ എന്നിവ ഇവയുടെ ഓരങ്ങളിൽ പണിതു. വിദ്യാർത്ഥികൾക്കും പണ്ഡിതന്മാർക്കും സ്കോളർഷിപ്പുകൾ നൽകി. ശവകുടീരങ്ങളുടെ ആകാര ചാരുതങ്ങളായ നിർമ്മിതികളുണ്ടാക്കി പണം കളഞ്ഞില്ല. എന്നാൽ മസ്ജിദുകളും ക്ഷേത്രങ്ങളും ആവശ്യമായ ഇടങ്ങളിൽ നിർമ്മിച്ചു. തൻ്റെ ചിലവിലേക്ക് ഖജനാവിൽ നിന്ന് ഒരണ പോലും എടുത്തില്ല. തൊപ്പികൾ തുന്നിയും ഖുർആൻ പകർത്തി എഴുതിയുമാണ് ജീവിത ചെലവിന് കണ്ടെത്തിയത്. താൻ മരിച്ചാൽ തൻ്റെ സമ്പാദ്യം കൊണ്ട് മാത്രമേ കഫൻ പുടവ വാങ്ങാവൂ. ബാക്കിയുള്ള പണം അഗതികൾക്ക് ദാനം ചെയ്യണം. തനിക്കായി കല്ലറ പണിയരുത് എന്നിങ്ങനെയായിരുന്നു ആ മഹാനായ ചക്രവർത്തിയുടെ വസിയത്ത്. ജനങ്ങൾക്ക് ഭാരമാവുമെന്ന് കരുതി കഷ്ണം വെച്ച വസ്ത്രം ധരിക്കുകയും ജനം വയറു നിറക്കട്ടെ എന്നാശിച്ച് ഉണങ്ങിയ റൊട്ടി തിന്ന് ജീവിക്കുകയും ചെയ്ത മഹാനായ ഭരണാധികാരി. ലക്ഷങ്ങളെ കണ്ണീരിലാത്തി 1707 മാർച്ച് 3 ഔറംഗസീബ് ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ദൗലത്താബാദിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു.